ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് ബൈപ്പാസിലെ 4 പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. 4 മാറ്റങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക, കൂടെ ലൈക്കും നൽകുക. ആദ്യത്തെ അപ്ഡേറ്റ് പുറക്കാട്ടിരി പുഴപ്പാലത്തിൻ്റേതാണ്. പുറക്കാട്ടിരി പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ പാലത്തിൻ്റെ ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് ബൈപ്പാസിലെ 4 പുഴപ്പാലങ്ങളിൽ ആദ്യത്തെ ടാറിങ് വർക്ക് പൂർത്തിയാക്കിയ പാലമായിരിക്കുകയാണ് പുറക്കാട്ടിരി പുഴപ്പാലം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബൈപ്പാസിലെ പാലങ്ങളുടെ വീഡിയോ ചെയ്തപ്പോൾ മാസ്റ്റിക് പാടൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ ടാറിങ് ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്രോച്ച് റോഡിൻ്റെ അടക്കം വർക്ക് അവസാനിച്ചത് കൊണ്ട് തന്നെ ഈ പാലം ഉടനെ തുറന്ന് കൊടുത്തേക്കും. അതിനു മുന്നേ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് കൂടി തീർക്കേണ്ടതുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒരു പാലം കൂടി വരുന്നുണ്ട്. അതിൻ്റെ പൈലിംഗ് വർക്കും നടന്നു വരുന്നുണ്ട്. അടുത്തതൊരു വലിയൊരു അപ്ഡേറ്റാണ്. കോഴിക്കോട് ബൈപ്പാസിൽ ലൈൻ മാർക്ക് തുടങ്ങിയിട്ടുണ്ട്. മാണിക്കടവിനും മുഖവേരിനും ഇടയ്ക്കുള്ള 1/2 കിലോമീറ്റർ ദൂരമാണ് ആദ്യം തന്നെ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. റോഡിൻ്റെ 2 സൈഡിലും 3 വരി, അങ്ങനെ 6 വരിയിൽ മാർക്കിംഗ് ഈ സൈഡിൽ അവസാനിച്ചിട്ടുണ്ട്. %80 വർക്ക് പൂർത്തിയായ കോഴിക്കോട് ബൈപ്പാസിൽ ഫൈനൽ കോട്ട് ടാറിങ്ങും പെയിൻറ്റിങ്ങുമെല്ലാം പൂർത്തിയായ ഭാഗങ്ങളിൽ ഇനി ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്തു തുടങ്ങും. അപ്പോൾ ഇനി മുഖവൂർ അണ്ടർപാസിൻ്റെ മേലെയൊക്കെ അടുത്ത ദിവസങ്ങളിൽ ലൈൻ മാർക്ക് ചെയ്യും. അടുത്തത് മനാപ്പറമ്പ് ജംഗ്ഷനിലേക്കാണ്. മനാപ്പറമ്പ് ഓവർപാസിൻ്റെ നിർമ്മാണം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ അല്പം തടസ്സം ഉണ്ടാക്കിയെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മാർച്ച് 31-നകം വർക്ക് പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇവിടുത്തെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഓവർപാസിൻ്റെ സെൻറ്റർ ഭാഗത്ത്
പില്ലറുകളുടെ കോൺക്രീറ്റ് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 9 പില്ലറുകളാണ് മലാപ്പറമ്പ് ഓവർപാസിനുള്ളത്. അടുത്തത് പന്തിരങ്കാവ് കൊടനടക്കാവ് ഭാഗത്തേക്കാണ്. ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ 2 സ്ഥലത്താണ് ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നത്. ഒന്നിവിടെ കൊടൽനടക്കാവ് ഭാഗത്തും മറ്റൊന്ന് പാറമ്മൽ ഭാഗത്തുമാണെന്ന് അറിഞ്ഞത്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. സർവീസ് റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കാണ് ദേശീയപാതയുടെ മുകളിലൂടെ നടപ്പാത വരുന്നത്. അപ്പോൾ ഈ കൊടൽനടക്കാവ് ഭാഗത്ത് മുഴുവനായും എല്ലാ ഭാഗത്തും സർവീസ് റോഡ് ഇല്ല എന്നൊരു പ്രശ്നമുണ്ട്. പല സ്ഥലത്തും പാറകളാണ്. ഇനി ഈ പാറകളൊക്കെ നീക്കം ചെയ്ത് അവിടെയൊക്കെ സർവീസ് റോഡ് വരുമോ എന്നറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ NH66 അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.